KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറില്ലെന്ന് കെ സുധാകരൻ പിടിവാശി പിടിക്കുന്നതിനെതിരെ ഇപ്പോഴിതാ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് സുധാകര പക്ഷം. ദീപദാസ് മുൻഷിയെ മാറ്റണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയോട് സുധാകരൻ ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്ന വിവരം കൂടി വരുന്നു. പ്രതിസന്ധി ഉണ്ടാക്കിയത് ദീപദാസ് മുൻഷിയാണ് എന്നതാണ് സുധാകര പക്ഷം പറയുന്നത്. റോഷിപാൽ, എന്താണ് വിശദാംശങ്ങൾ? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൈക്കമാൻഡ് ആണ് എന്നൊക്കെയാണല്ലോ സുധാകര വിഭാഗം പറയുന്നത്. വീണ്ടും വെല്ലുവിളി തുടരുകയാണ്. മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി തന്നെ മാറ്റണം എന്നൊരു ആവശ്യം സുധാകരൻ ഉയർത്തുകയാണല്ലോ. വിനിത, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സുധാകര പക്ഷം ഉയർത്തുന്നത്. ഒന്ന്, ദീപദാസ് മുൻഷി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അവരുടെ അഭിപ്രായം എന്ന നിലയിൽ ദില്ലിയിൽ ഹൈക്കമാൻഡ് നൽകിയ റിപ്പോർട്ട് അത് വസ്തുതാവിരുദ്ധമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ സുധാകര പക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഇപ്പോഴുണ്ടാകുന്ന ആശയക്കുഴപ്പം, പ്രതിസന്ധി അതൊക്കെ സൃഷ്ടിച്ചത് ഇപ്പോൾ ദീപദാസ് മുൻഷിയാണ്. ദീപദാസ് മുൻഷിയുടെ ഇടപെടലാണ് പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയത് എന്ന ആക്ഷേപം തന്നെയാണ് സുധാകര പക്ഷം ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് കെ സുധാകരൻ തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുൻ ഖാർഗെയോടും ദീപദാസ് മുൻഷിയെ സംസ്ഥാനത്തിന്റെ ചുമതലയിൽ നിന്നും നീക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. താൻ പദവിയിൽ തുടരും, തനിക്ക് ആരോഗ്യ പ്രശ്നമില്ല എന്ന കാര്യം കൂടി മല്ലികാർജ്ജുൻ ഖാർഗെ സുധാകരൻ അറിയിച്ചു എന്ന് തന്നെയാണ്, ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് തന്നെ മാറ്റണം എന്ന നിർദ്ദേശം ദീപദാസ് മുൻഷി മുന്നോട്ട് വെച്ചത്. അത് തെറ്റാണ്, അത് പൂർണ്ണമായും തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണെന്ന നിലപാട് സുധാകരൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ സുധാകരനെ അനുകൂലിക്കുന്നവർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്. മാത്രവുമല്ല, ദീപദാസ് മുൻഷി സംസ്ഥാനത്തിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഈ നീക്കം നടത്തിയത് അത് സംശയാസ്പദമാണ് എന്ന രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഇതിനോടകം തന്നെ സുധാകരപക്ഷം ഉയർത്തിക്കഴിഞ്ഞു. അത് ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും നീക്കങ്ങളുമാണ് ഏതായാലും സുധാകരപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം നേതൃമാറ്റം തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നീക്കം സുധാകരപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും നേതാക്കളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ദീപദാസ് മുൻഷിയോട് ഒറ്റയ്ക്ക് നേരിട്ട് കണ്ട് ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ആ അഭിപ്രായങ്ങൾ അവിടെ ദില്ലിയിലേക്ക് എത്തുമ്പോൾ അത് വസ്തുതാവിരുദ്ധമായ അഭിപ്രായങ്ങൾ അവിടെ അറിയിച്ചു എന്നതാണ് ഇങ്ങനെ ഒരു ആവശ്യം അവിടെ ഹൈക്കമാൻഡിന് മുന്നിൽ കെ സുധാകരൻ ഉന്നയിക്കാൻ കാരണമായിരിക്കുന്നത്. ഏതായാലും ഇനി ഇത്തരം ആവശ്യങ്ങൾ കൂടി ഉയർന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണ്. ഏതായാലും നേരത്തെ സമ്മർദ്ദവും കെ സുധാകരന്റെ സമ്മർദ്ദമോ വെല്ലുവിളിയോ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് തീരുമാനം നടപ്പിലാക്കാനുള്ള ആലോചന തന്നെയായിരുന്നു ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്തായിരിക്കും ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നത് അതും നിർണായകമായിരിക്കും. വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. സുധാകരനെ മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ ഒരു നേതൃതലത്തിൽ അഴിച്ചുപണി വേണം എന്ന് കൃത്യമായും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ദീപദാസ് മുൻഷി. ഇപ്പോഴും അവർ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയിലൊക്കെ തന്നെ, അതായത് ദീപദാസ് മുൻഷി ഇത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ പല നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ്. ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിരുന്നു നേരത്തെ സുധാകരൻ എന്നുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തില്ലാത്തത് ഇപ്പോൾ മാറ്റുമെന്ന് ഉറപ്പായപ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ സുധാകരൻ ചെലുത്തുന്നു എന്നതിന്റെ കൂടി ഭാഗമാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഗതിയാണ്. ഇതിന്റെ ചുമതലയുള്ള സെക്രട്ടറിയെ തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയാണ്. വിനിത, ഇതുവരെ അങ്ങനെ ഒരു ആവശ്യം സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നേരത്തെ നമുക്കറിയാം സംസ്ഥാനത്ത് കോൺഗ്രസിനകത്ത് ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ കെ കരുണാകരനും കെ മുരളീധരനൊക്കെ DAC രൂപീകരിക്കുന്ന 2005 കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അഹമ്മദ് പട്ടേലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കെ കരുണാകരനും കെ മുരളീധരനും ഒക്കെ ഉയർത്തിയത് മാറ്റി നിർത്തിയാൽ ആ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്കെതിരെ KPCC അധ്യക്ഷൻ തന്നെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തുന്നത്, അല്ലെങ്കിൽ സുധാകര പക്ഷം ഒന്നാകെ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നത്. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുന്നിലെത്തുകയും ആ റിപ്പോർട്ട് അവർ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിമർശനവും ആരോപണവും ഒക്കെ ഉയരുകയും അതിനൊപ്പം തന്നെ ഈ ചുമതലയിൽ നിന്ന് തന്നെ ദീപദാസ് മുൻഷിയെ മാറ്റണമെന്ന ആവശ്യം അവിടെ ഉയർത്തുകയും ചെയ്തത്. ഏതായാലും ഇത് ഏത് തരത്തിലാണ് അത് ഹൈക്കമാൻഡ് എടുക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. നേരത്തെ തന്നെ സുധാകരൻ കടുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പിടിവാശി തുടരുമ്പോൾ അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് നേതൃമാറ്റം പൂർത്തിയാക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടായത്. ഒരു പക്ഷേ ഏറ്റവും അടുത്ത മണിക്കൂറിൽ നേതൃമാറ്റം ഉണ്ടാകുമെന്ന സൂചനകൾ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം, പ്രതിരോധം തീർക്കുന്നത്
സമാനമായുള്ള ഒരു നീക്കം ഇപ്പോൾ അതായത് സുധാകരൻ റോഷിബ പക്ഷത്തിന്റെ മുതിർന്ന ഭാഗത്തുനിന്ന് നേതാക്കളെയൊക്കെ കണ്ട് പ്രധാനമായ പിന്തുണ മറ്റൊരു തേടിയിരുന്നു സുധാകരൻ. AK ആന്റണിയെ കണ്ടു, കെ മുരളീധരനെ കണ്ടിട്ടുണ്ട്, മറ്റു ചിലരുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അവരുടെയൊന്നും പിന്തുണ ഉറപ്പിക്കാൻ കഴിയാത്തതിനാലാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നാണ്. സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ ഹൈക്കമാൻഡ് അതിന് വഴങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോഴും നേതൃമാറ്റത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ നേതൃമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നതിൽ തന്നെയാണല്ലേ ഹൈക്കമാൻഡിന്റെ നിലപാട്? വിനീത, ഈ നേതൃമാറ്റം അത് കൂടിയാലോചനകൾക്കൊടുവിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ്. കാരണം ദീപദാസ് മുൻഷിയുടെ ആ റിപ്പോർട്ട് പരിശോധിക്കുന്നു. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ, അത് UDF നയിക്കുന്ന ചെയർമാൻ VD സതീശൻ, മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ അംഗങ്ങളും ക്ഷണിതാക്കളും ഒക്കെയുണ്ട്. അവരുമായൊക്കെ ആശയവിനിമയം നടത്തി നേരത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഉണ്ടായിരുന്ന AK ആന്റണി അടക്കമുള്ള നേതാക്കളുടെ അഭിപ്രായമൊക്കെ തേടിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം. അത് നേതൃമാറ്റം തന്നെയാണ്,